ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സീഡ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 4 ചേരുവകൾ മതി ഈ സീഡ്സ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ തീ പോലും കത്തിക്കണ്ട കേട്ടോ, അത് ഉണ്ടാക്കാൻ അത്രക്കും ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 8 ബ്രെഡാണ് എടുത്തു വച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ചെറിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് ഒരെണ്ണേ എടുക്കാൻ പറ്റുള്ളൂ ഒരു ബ്രെഡിൽ നിന്ന്. വലിയ ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, ബ്രെഡിൻ്റെ അരികു വശം കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തു എന്നുള്ളൂ. അതുപോലെ നമുക്ക് ലവ് ഷേപ്പിൻ്റെ കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ 8 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു അളവിലേ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 2 എണ്ണം വീതം ഇങ്ങനെ സെറ്റാക്കി വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഈസി സീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടത് നട്ട്സാണ്. ഞാനിപ്പോൾ ബദാമും പിസ്തയും ചെറുതായി കട്ട് ചെയ്തിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡും വേണം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 2 പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഇതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ബദാമും പിസ്ത എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെയറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് കട്ട് ചെയ്തതിൽ നിന്ന് ഒരെണ്ണം കൂടെ എടുത്തിട്ട് അതിനകത്തും മിൽക്ക് മെയ്ഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ഇനി നട്ട്സ് വെക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നട്ട്സ് ആക്കി വെച്ചിട്ടുള്ള ബ്രെഡ് കട്ട് ചെയ്തതുണ്ടല്ലോ, അതിന് മേലെ ഇത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. നമ്മൾ സാൻഡ്വിച്ചൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. 8 ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് 4 സീഡ്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ 4 എണ്ണം ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രഷ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കിൽ മുക്കിയെടുക്കേണ്ടി വരും. ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഈസിയാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡിൽ ബ്രഷ് ഒന്ന് മുക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുകൾ ഭാഗത്തും അടിവശത്തും സൈഡിലൊക്കെ ഈ മിൽക്ക് മെയ്ഡ് ഒന്ന് ആക്കി കൊടുക്കുക. ബ്രെഡിൻ്റെ മുകളിൽ മിൽക്ക് മെയ്ഡ് ആക്കി കൊടുക്കുന്നത് നമ്മൾ ഇനി ഈ ബ്രെഡിന് ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കോട്ടിങ് ബ്രെഡുമ്പോൾ നന്നായിട്ട് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മിൽക്ക് മെയ്ഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ആക്കിയിട്ടുള്ള ബ്രെഡ് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയാണ്. പിന്നെ കഴിക്കുമ്പോൾ ഈ തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് പൗഡറിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡുമേ ഇതുപോലെ കുറച്ച് പിസ്ത എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അത് അതിന്മേൽ സ്റ്റിക്കായി നിൽക്കൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈസി സീഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്നാണ് വിജയെ തിരഞ്ഞെടുക്കുക. ഓവനാണ് കേട്ടോ സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വീഡിയോസൊക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്